പൊന്നം കൊട്ടാരം ദേവസ്ഥാനം വൈരീഘാതകൻ ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജസ്തംഭ സ്ഥാപനത്തിന് മുന്നോടിയായി ധ്വജം എണ്ണത്തോണിയിലേക്ക് മാറ്റി എണ്ണയൊഴിക്കുന്ന തൈലാധിവാസം ചടങ്ങാണ് നടന്നത്. ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരത്തിൽ ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിന് മുന്നോടിയായി ഭക്തജനങ്ങൾ നാമജപത്തോടെ ക്ഷേത്ര പ്രദക്ഷിണവും ദീപാലങ്കാരവും നടത്തി. ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജയരാമൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. ഏത് നാട്ടിലും എത്രയോ അമ്പലങ്ങളിൽ പോകുമ്പോഴും ആ അമ്പലങ്ങളിൽ ഒരു വ്യാഴവട്ടക്കാലം കഴിയുമ്പോഴേക്കും പഴയ ആൾക്കാരെയൊക്കെ തള്ളിപ്പറയും. അവരൊന്നുമല്ല. എന്നിട്ട് പുതിയ ആൾക്കാർ വന്നിട്ട് ഞങ്ങളായിട്ടല്ല ഉണ്ടാക്കിയത്, ഞങ്ങളായിട്ടില്ല ആളുകളുള്ള മട്ടാകും ഒട്ടുമിക്ക അമ്പലങ്ങളിലും കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ രഘുവിനോട് അതാ പറഞ്ഞത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരമ്പലമായി. ഒരു കാരണവശാലും ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും കലർത്തരുത്. ഈശ്വരൻ ആർക്കാണ് അവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൽ ആർക്കാണ് അവകാശമാണ്? നമുക്ക് മാത്രമാണ്. എല്ലാവർക്കും അവകാശമുള്ളതാണ് വെയിൽ. പച്ചവെള്ളം ആർക്കും അവകാശമുണ്ട്, എല്ലാവർക്കും അവകാശമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് യോഗേഭ്യോ രാജ്ഞേജനപദായ ഗ്രാമായ യജമാനായ ഗുരവേസ്മൈ ഗൃഹായ ഭൂതേഭ്യോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ഞാനും നിങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായത്. ഈ കാണുന്ന സകല ചരാചരങ്ങളും ഇവിടെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭിന്നതയും ഇല്ലാതെ കണ്ട് നമ്മളാലാകുന്ന കാലം മുഴുവൻ ഇത് ഒരു സേവയായി നിങ്ങൾ കൊണ്ടു നടക്കുമെങ്കിൽ അതുതന്നെയാണ് ഈ പ്രതിഷ്ഠയുടെ ഏറ്റവും വലിയ മഹത്വം. ട്രസ്റ്റ് ചെയർമാൻ യു രഘുനാഥ് അധ്യക്ഷനായി. തുടർന്ന് നൂറുകണക്കിന് ഭക്തർ എണ്ണയൊഴിക്കുന്ന ചടങ്ങിൽ പങ്കാളികളായി. വൈരീഘാതകൻ ക്ഷേത്രത്തിൽ നിന്നും കാൽനടയായി ശബരിമല സന്നിധാനത്തെത്തിയ വേണുഗോപാൽ നായർ, ടി ഷൈജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മാർച്ചിൽ നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ബ്രോഷർ പ്രകാശനം കൊട്ടാരത്തിൽ ജയരാമൻ നമ്പൂതിരി കെ രാജന് നൽകി നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി കെ പി ഷാജി, ജോയിന്റ് സെക്രട്ടറി യു രാജേഷ്, ട്രഷറർ സി പി സന്തോഷ്, സജ്ജനാനാഥ് എന്നിവർ സംബന്ധിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ചടങ്ങ് ഭംഗിയാക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റിക്ക് സാധിച്ചു. നമ്മുടെ മുന്നിൽ ഇനിയുള്ളത് ധ്വജപ്രതിഷ്ഠാ ചടങ്ങാണ്. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് നീക്കി നല്ല രീതിയിൽ ആ ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ക്ഷേത്ര കമ്മിറ്റി ഇപ്പോൾ ആലോചിച്ച് വരുന്നത്. മുഴുവൻ ഭക്തജനങ്ങളുടെയും അകൈതവമായ സാമ്പത്തിക സഹായത്തോടു കൂടിയേ നമുക്ക് ഈ ചടങ്ങ് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം ഈ ചടങ്ങിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്രസാദ ഊട്ടും നടന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.